നമസ്കാരം. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മെയ് 28 ചൊവ്വാഴ്ച. മലയാള മാസം ഇടവം 14. നിരവധി വാർത്തകൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ദിനം. വനംവകുപ്പ് പോലീസിനെ ഉപയോഗിച്ച് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. കേസിൽ ഇന്നലെയാണ് ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ റൂബിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. റൂബിന് ലോക്കപ്പ് മർദ്ദനമേറ്റു എന്ന സംഭവത്തിൽ വിശദമായ മൊഴിയും ഇന്നലെ കോടതി രേഖപ്പെടുത്തിയിരുന്നു. റൂബിനെതിരായ പോലീസ് നടപടിയിൽ വ്യാപക പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ഇന്നും കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. പുതിയ ബാർക്കോഴ വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷ നീക്കമുണ്ട്. സംസ്ഥാനത്ത് മദ്യനയം മാറ്റാൻ പോകുന്ന റിപ്പോർട്ടുകൾ ചീഫ് സെക്രട്ടറി തള്ളി രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്താണ് സർക്കാർ നിലപാട് വിഷയത്തിൽ എന്നതും അതുകൊണ്ട് തന്നെ ശ്രദ്ധേയമാവുകയാണ്. സംസ്ഥാനത്ത് മഴ സാഹചര്യം പൂർണ്ണമായി മാറിയിട്ടില്ല. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ്. ഇതുൾപ്പെടെ നിരവധി വാർത്തകൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു. പ്രഭാത വാർത്തയിലേക്ക് വിശദമായി കടക്കുന്നു. പോലീസിനെ ഉപയോഗിച്ച് വനംവകുപ്പ് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. കേസിൽ ഇന്നലെയാണ് ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി റൂബിനെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തത്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. സൂരജ് സജി, ഗുഡ് മോർണിംഗ്. റൂബിൻ ലാലിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. ഇന്നലെ വിശദമായ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇന്ന് ഇരുഭാഗങ്ങളും കോടതിയിൽ അവതരിപ്പിക്കുക? ഒപ്പം തന്നെ കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയർന്നു ഈ വിഷയത്തിൽ. കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നു. കൂടുതൽ സംഘടനകൾ പ്രതിഷേധവുമായി പ്രതികരണവുമായി രംഗത്ത് വരികയും ചെയ്യുന്നുണ്ടല്ലോ സൂരജ്. തീർച്ചയായും പ്രജിൻ, ഇന്നലെ ഇത് സംബന്ധിച്ച് കോടതി അതീവ ഗൗരവത്തോടു കൂടിയാണ് റൂബിന്റെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് കടന്നത്. പോലീസിന്റെ ലോക്കപ്പ് മർദ്ദനം അടക്കമുള്ള കാര്യങ്ങൾ റൂബിൻ കോടതിയിൽ വിശദീകരിക്കുന്ന വേളയിലാണ് കോടതി ഇത് സംബന്ധിച്ചുള്ള മൊഴി രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ഇതിലെ മുഖ്യ തെളിവ് എന്ന് പറയുന്നത് റൂബിൻ ഈ വനാതിർത്തി ലംഘിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എങ്ങനെ, അതായത് കാട്ടുപന്നിയെ വാഹനം ഇടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ വാഹനം ഇടിച്ച കാട്ടുപന്നി എങ്ങനെ ഉൾവനത്തിലെത്തിയെന്ന വിചിത്രവാദമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ പോലും ഈ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഈ റൂബിനെ കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് ഈ റോഡിൽ എറിഞ്ഞു പൊട്ടിക്കുകയും പിന്നീട് അത് തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതുമാണ് ഇന്നലെ റൂബിൻ നൽകിയിരിക്കുന്ന മൊഴി. അങ്ങനെ ഈ കേസിലെ നിർണായകമായ തെളിവ് പോലും നശിപ്പിക്കുന്ന ഒരു ഇടപെടൽ അത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെ ഗൗരവമായ മൊഴിയാണ് ഇന്നലെ കോടതിയിൽ ഇത് സംബന്ധിച്ച് റൂബിൻ നൽകിയിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ഈ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇത്തരം പോലീസിന്റെ ഇടപെടലും അതുപോലെ തന്നെ ഇത് കള്ളക്കേസാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള വാദങ്ങൾ അത് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉയർത്താനാണ് തീരുമാനം. അതോടൊപ്പം തന്നെ മറുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രതിഷേധം വലിയ രീതിയിൽ ശക്തമാകുന്നുണ്ട്. KUWJ പുറമെ കർഷക സംഘടനകളും അതുപോലെ തന്നെ മലയോര വിഷയങ്ങൾക്ക് ഇടപെടുന്ന സംഘടനകളും എല്ലാം വലിയ രീതിയിൽ ഇടപെടുന്നു. പ്രത്യേകിച്ച് ഈ മനുഷ്യ-വന്യജീവി സംഘർഷം നിലനിൽക്കുന്ന മേഖലയിൽ വനംവകുപ്പിനെതിരെ, അതായത് വനംവകുപ്പിന്റെ വീഴ്ചകൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ കടുത്ത പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇതിനകത്ത് വനംവകുപ്പിന്റെയും പോലീസിന്റെയും ഒത്തുകളി ഉണ്ടെന്നും ഇതിനകത്ത് കർശനമായ നടപടി വേണം എന്നുള്ളതുമാണ് ഈ ഘട്ടത്തിൽ ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കും. പൂർണ്ണ പ്രതീക്ഷ ഈ ജാമ്യാപേക്ഷയിൽ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രജിത്, സൂരജ്, ഇത് പ്രതികാര നടപടിയാണ് എന്ന് പറയാൻ പ്രധാനപ്പെട്ട മറ്റ് പല കാരണങ്ങളുമുണ്ട്. കാരണം കുറേ കാലങ്ങളായി ഇത്തരത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തും പോലീസിന്റെ ഭാഗത്തും ഒക്കെ ഉണ്ടാകുന്ന അനാസ്ഥകൾ, അവരുടെ വീഴ്ചകൾ, അഴിമതി കഥകൾ, ഇതെല്ലാം പലപ്പോഴായി റൂബിൻ ലാൽ വാർത്തകളായി നൽകിയിരുന്നു. അത് പുറത്തുവരികയും ചെയ്തിരുന്നു. അതിലൊക്കെ തന്നെ വലിയ പ്രതികാര ദാഹം ഈ വിഭാഗക്കാർക്കുണ്ട് എന്ന കാര്യം വ്യക്തവുമാണ്. അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഈ രീതിയിലാക്കി എന്ന കാര്യം തെളിഞ്ഞു വരുന്നുമുണ്ടല്ലോ സൂരജ്. തീർച്ചയായും പ്രജിൻ, അതായത് ഈ വാഹനം ഇടിച്ച് കാട്ടുപന്നിക്ക് പരിക്കേറ്റു എന്ന വിവരം അറിഞ്ഞാണ് റൂബിൻ ചെല്ലുന്നത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന വാദം വനാതിർത്തി ലംഘിച്ചു എന്നുള്ളതാണ്. ഈ വാഹനം ഇടിച്ച ഈ കാട്ടുപന്നി എങ്ങനെ വനത്തിലെത്തി? ഈ വിചിത്രമായ വാദമാണ്. അതാണ് നമ്മൾ ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം. വാഹനമാണ് കാട്ടുപന്നിയെ ഇടിച്ചത്, അങ്ങനെയെങ്കിൽ കാട്ടുപന്നി എങ്ങനെ വനത്തിലെത്തും? ഗുരുതരമായി പരിക്കേറ്റ കാട്ടുപന്നിയാണ് എന്നുള്ളത് അത് ഈ വനംവകുപ്പ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതെങ്ങനെ വനത്തിനകത്തെത്തും? അപ്പോൾ വിചിത്രമായ ഒരു വാദം ഉയർത്തിക്കൊണ്ട് റൂബിൻ ഇത്രയും കാലം ഇവിടത്തെ, അതായത് അതിരപ്പള്ളിയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച, അവരുടെ ജീവനും സ്വത്തിനും വേണ്ടി പ്രവർത്തിച്ച ആ പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതികാര നടപടി എന്ന നിലയ്ക്കുള്ള നടപടിയെ നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്ന കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നതും ഇവരുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകാതിരിക്കുന്നതും. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിരന്തരം റൂബിൻ ചൂണ്ടിക്കാണിച്ചതിലുള്ള അതൃപ്തിയിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായതെന്ന് തീർച്ചയാണ്. എന്തായാലും ഇന്ന് കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ്. പ്രജിത്, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ വിശദാംശങ്ങൾ നൽകിയത്.
24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ കള്ളക്കേസിൽ കുടുക്കി ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് ടെക്സസ് പ്രതിഷേധിച്ചു. ഇത്തരം സംഭവങ്ങൾ കേരളത്തിന് അപമാനകരമാണ്. മാധ്യമപ്രവർത്തകർക്ക് നേരെ വർദ്ധിച്ചുവരുന്ന പോലീസ് അക്രമ പരമ്പരകളുടെ ഭാഗമാണ് ഇതെന്നും വിമർശനമുയർന്നു. കുറ്റക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് ടെക്സസ് പ്രസിഡന്റ് സണ്ണി മാളിയേക്കലും സെക്രട്ടറി ബിജ്ലി ജോർജും ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി വിളിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ചേരും. രാവിലെ 11:30 യോഗം ചേരുക. സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ യോഗത്തിന്റെ അജണ്ട വ്യക്തമാക്കിയിട്ടുമില്ല. വിവരങ്ങളുമായി സലിം മാലിക് തിരുവനന്തപുരത്തും ചെയ്യുന്നുണ്ട്. സലിം, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പോലീസ് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും എന്ന കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തതയില്ല. അപ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മാത്രവുമല്ല, കഴിഞ്ഞ ദിവസമാണ് ഈ ഗൂണ്ട ബന്ധം അല്ലെങ്കിൽ DYSP റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഗൂണ്ടകളുമായി ഒരു സൽക്കാരത്തിൽ ഏർപ്പെട്ടു എന്ന വാർത്തയും പുറത്തുനിന്ന്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ടോ? പ്രജിൻ, ഗുഡ് മോർണിംഗ്. ഈ മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത് അതൊരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ സാധാരണഗതിയിൽ വിളിക്കുന്ന യോഗം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്നത്. പക്ഷേ അത് അങ്ങനെയല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. സംസ്ഥാനത്താകെ ഈ ഗുണ്ടാക്രമണങ്ങൾ ഉൾപ്പെടെ അക്രമ സംഭവങ്ങൾ ഉൾപ്പെടെയും ക്രമസമാധാനം തകരുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉള്ള സാഹചര്യത്തിൽ പ്രത്യേക യോഗം എന്ന നിലയിൽ തന്നെയാണ് ഇന്നത്തെ യോഗത്തിന്റെ പ്രത്യേകത. ഇന്ന് രാവിലെ 11:30 ഈ യോഗം ചേരുന്നത്. അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മഴക്കെടുതി നേരിടാനും പ്രകൃതിക്ഷോഭങ്ങളെ നേരിടാനുമുള്ള സേനയെ സജ്ജമാക്കുക എന്നതുകൂടി ഈ യോഗത്തിന്റെ അജണ്ടയാണ്. അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസം DYSP ഈ ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയാവും. ഇന്നലെ തന്നെ ആ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടുകയും അടിയന്തരമായി DYSPയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, സംസ്ഥാനത്ത് കഴിഞ്ഞ ഈ ഗുണ്ടാ പകയുടെ പേരിലുള്ള അക്രമങ്ങളൊക്കെ വല്ലാതെ വർദ്ധിക്കുന്ന സാഹചര്യം ഈ ഗുണ്ടാ സംഘങ്ങൾ സംസ്ഥാനത്ത് വലിയ അളവിൽ വർദ്ധിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ ഒരു നടപടി ഉൾപ്പെടെ പോലീസ് നടത്തിയിരുന്നു. ആ നടപടിയിൽ അത് എത്രത്തോളം മുന്നോട്ട് പോയി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വിലയിരുത്തൽ ഉണ്ടാവും. മാത്രമല്ല, ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ വിവിധ ഓപ്പറേഷനുകൾ സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അത്തരം വിലയിരുത്തലുകൾ ഉണ്ടാവും. മാത്രമല്ല, കരമനയിലെ അഖിൽ വധക്കേസിന് ശേഷം സംസ്ഥാനത്ത് പോലീസിന് വലിയ ചീത്തപ്പേര് ഈ ഗുണ്ടകളെ അമർച്ച ചെയ്യുന്നതിൽ ഉണ്ടായി എന്നുള്ളൊരു ചീത്തപ്പേരുണ്ട്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ വിമർശനം പോലീസ് കേൾക്കേണ്ടി വരും. മുഖ്യമന്ത്രി ഈ പോലീസുകാരെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ശാസിക്കുന്ന നടപടിയിലേക്കൊക്കെ കടക്കുമോ എന്നുള്ളതും ഇന്നത്തെ പ്രത്യേകതയാണ്. എന്തായാലും ഇന്നത്തെ യോഗത്തിന് ശേഷം ഈ പുതിയ പദ്ധതികൾ കൂടി ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ ഉൾപ്പെടെ സംസ്ഥാനത്തെ ക്രമസമാധാനം നിലനിർത്താനായി പുതിയ പദ്ധതികൾ കൂടി രൂപീകരിക്കുമോ എന്നുള്ളതും കാണേണ്ടതാണ്. പ്രജിൻ, ശരി. സലിം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. ഗൂണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിലെ വിരുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. പോലീസ് ഉദ്യോഗസ്ഥരും തമ്മനം ഫൈസലും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. വിരുന്നിൽ പങ്കെടുത്ത ക്രൈംബ്രാഞ്ച് DYSP MG സാബുവിനെയും 3 പോലീസുകാരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവത്തിൽ ആലുവ റൂറൽ SP DIGക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അങ്കമാലി പുളിയനത്തെ വീട്ടിലാണ് തമ്മനം ഫൈസൽ വിരുന്നൊരുക്കിയത്. ഇതിനിടയിൽ റെയ്ഡിനെത്തിയ അങ്കമാലി SIയും സംഘവുമാണ് പോലീസ് ഉദ്യോഗസ്ഥരെയും ഗൂണ്ടാ സംഘത്തെയും ഒന്നിച്ചു കണ്ടത്. സംസ്ഥാനത്ത് ഗൂണ്ടാ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ പോലീസ് പരിശോധന കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെയും മറ്റന്നാളും പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, തൃശൂർ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 31 കേരളത്തിൽ കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രതീക്ഷ. ഇതോടെ വീണ്ടും സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കും. റമൽ ചുഴലിക്കാറ്റിൽ ബംഗാളിൽ കനത്ത നാശനഷ്ടം. ചുഴലിക്കാറ്റിനെ തുടർന്ന് 6 പേർ ബംഗാളിൽ മരിച്ചു. കൊൽക്കത്ത, സൗത്ത് 24 പർഗാനാസ്, പുർബ, ബർദ്ധമാൻ എന്നിവിടങ്ങളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. ബംഗാളിലെ തെക്കൻ തീരമേഖലയിലാണ് ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടമുണ്ടാക്കിയത്. 29,500 വീടുകൾ തകർന്നു. മരങ്ങൾ കടപുഴകി വീണു. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാകും എന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. ദുരന്തബാധിത മേഖലകൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്ന് സന്ദർശിക്കും. അസം, ത്രിപുര സംസ്ഥാനങ്ങളിൽ മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് കാലവർഷത്തിൽ ഇത്തവണ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 6% മഴ ഇക്കുറി ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ജനറൽ അറിയിച്ചു. അടുത്ത 5 ദിവസത്തിനകം മൺസൂൺ മഴ ലഭിക്കും. മൺസൂൺ സാഹചര്യങ്ങൾ കേരളത്തിന് അനുകൂലമാണ്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിൽ അസാധാരണ മഴ ലഭിച്ചിട്ടുണ്ട്.
മറ്റൊരു വാർത്തയിലേക്ക്. തൃശൂർ പെരിഞ്ഞനത്ത് കുഴിമന്തി കഴിച്ച് അവശനിലയിൽ ചികിത്സയിലായിരുന്ന സ്ത്രീ മരിച്ചു. പെരിഞ്ഞനം കുറ്റിക്കടവ് സ്വദേശി ഉസൈബയാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 178 പേർക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി എന്നാണ് വിവരം. സൂരജ് സജി നൽകും തൃശൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. സൂരജ് സജി, ഇതിപ്പോൾ ഭക്ഷ്യവിഷബാധ എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ടോ? എപ്പോഴായിരിക്കും അതൊരു സ്ഥിരീകരണം ഉണ്ടാവുക? ഒപ്പം തന്നെ ഈ മരണകാരണം എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ എപ്പോഴായിരിക്കും അറിയാൻ സാധിക്കുക? സൂരജ്, പ്രജിന് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമാണ് ഇത്തരത്തിൽ ഇത് ഈ ഭക്ഷ്യവിഷബാധ ഏറ്റ് തന്നെയാണോ മരണം എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ പെരിഞ്ഞനത്തെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 178-ലധികം പേരാണ് ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുന്നത്. ഇവർക്കെല്ലാവർക്കും ഈ സമാനമായ രീതിയിൽ ഛർദിയും അതുപോലെ തന്നെ ഈ വയറിളക്കവും എല്ലാം തന്നെ അനുഭവപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ശനിയാഴ്ച ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോയ ആളുകൾക്കെല്ലാം തന്നെ ഇത്തരത്തിൽ, അത് കുഴിമന്തി കഴിച്ചു പോയ ആളുകൾക്കാണ് ഇത്തരത്തിൽ ഈ ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. സെയിൻ എന്ന ഹോട്ടലാണ്. തുടർന്ന് ഇവിടെ ആരോഗ്യവകുപ്പ് അടക്കം പരിശോധനകൾ നടത്തിയിരുന്നു. പക്ഷേ പരിശോധന നടത്തിയെങ്കിൽ ഈ ഫുഡിന്റെ സാമ്പിൾ കണ്ടെത്താൻ സാധിച്ചില്ല. കാര്യം ഞായറാഴ്ചയാണ് പരിശോധന നടത്തുന്നത്. പക്ഷേ അപ്പോഴേക്കും ഈ ഫുഡിന്റെ സാമ്പിളെല്ലാം അവിടെ നിന്ന് പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാമ്പിൾ കണ്ടെത്തിയിരുന്നെങ്കിൽ എന്താണ് ഈ ഭക്ഷ്യവിഷബാധ ഏൽക്കാനുള്ള ഒരു കാരണം എന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നു. എന്തായാലും ഈ നിലവിൽ മരിച്ച യുവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നവരോടെ അതിൽ കൂടുതൽ വ്യക്തത വരും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് വീട്ടമ്മ ആശുപത്രിയിൽ, ഉസൈബ ഇന്നലെ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. ഇന്നലെ ആദ്യം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ഈ ശാരീരിക അവശതകൾ വർദ്ധിച്ചതോടുകൂടി പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ഇന്ന് രാവിലെ ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു ചെയ്തിട്ടുള്ള പ്രൊജക്ട്. ശരി, സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ മുഖ്യപ്രതി രാഹുൽ പി ഗോപാലിന്റെ മാതാവിന്റെയും സഹോദരിയുടെയും മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. കേസിൽ 2-3 പ്രതികളാണ് ഇരുവരും. അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പരാതി പ്രളയത്തിൽ ഒരു ശാസ്ത്രമേള, ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിന്റെ അറിയാ കഥകളിലേക്ക്. തിരുവനന്തപുരം ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിനായി സെക്യൂരിറ്റി കരാർ എടുത്ത സ്ഥാപന ഉടമകൾ ആത്മഹത്യയുടെ വക്കിൽ. 1.5 മാസത്തെ കരാറിൽ ASR സെക്യൂരിറ്റി ഏജൻസിക്ക് സംഘാടകർ നൽകാനുള്ളത് 57 ലക്ഷം രൂപയാണ്. പ്രതിഫലം കിട്ടാവുന്നതോടെ വീട് ജപ്തി ഭീഷണിയിലെന്ന് ഉടമ ശങ്കർലാൽ 24നോട് പറഞ്ഞു. 24 അന്വേഷണ പരമ്പര തുടരുന്നു. ശാസ്ത്രീയ തട്ടിപ്പ്. 18 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം സുഹൃത്തുക്കളായ ശങ്കർലാലും സുകേഷ് കുമാറും ചേർന്ന് തുടങ്ങിയതാണ് ASR സെക്യൂരിറ്റി ഏജൻസി. തുടക്കക്കാർ എന്ന നിലയിൽ കിട്ടിയ മികച്ച അവസരമായിരുന്നു GSFK. 230-ലധികം സെക്യൂരിറ്റി ഗാർഡുകളുമായി രാവും പകലും പണിയെടുത്തു. കരാർ പ്രകാരമുള്ള 62 ലക്ഷം രൂപയിൽ ആകെ കിട്ടിയത് 5 ലക്ഷം. പിന്നെ ഈ 230 ആൾക്കാർ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക, രാവെന്നോ പകലൊന്നും ഇല്ലാതെ. പല ദിവസങ്ങളിൽ സ്വിച്ച് ഓഫ് ചെയ്യേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഒരു ഓഫീസ് ഉണ്ടായിരുന്നു, പൂട്ടേണ്ടി വന്നു. ഇപ്പം ടെമ്പററി ആയിട്ട് സ്ഥലത്താണ് ഇപ്പം എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഇപ്പം മാനസികമായിട്ട് ശാരീരികമായിട്ട് തളർന്നു. കാര്യം വീട് ജപ്തിയായി. അത് കഴിഞ്ഞിട്ട് കറണ്ട് ബില്ല് ഒരു അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നു. പിന്നെ അങ്ങനെയൊക്കെ മാനസികമായിട്ട് തകർന്നു. അപ്പോൾ ഈ ഫണ്ട് ഇനി എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇല്ല. സത്യത്തിൽ മാസങ്ങളായി കിട്ടാനുള്ള പണത്തിനു വേണ്ടി ഓടി മടുത്തു. തിരിച്ചടവ് മുടങ്ങിയതോടെ വീട്ടിൽ ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസ് പതിപ്പിച്ചു. പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമെന്നും ഏജൻസി ഉടമ 24നോട്. അത്രയും സ്ട്രഗിളിങ്ങിലാണ്. സത്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ നാട് വിട്ടേ പോകണമെന്നുള്ളൊരാഗ്രഹം ഇപ്പോൾ മനസ്സിലുണ്ട്. അപ്പോൾ എന്നാലും മാക്സിമം ആൾക്കാരുടെ കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് പോകുന്നതായിരിക്കും. ഇപ്പം ഒരു ഒളിച്ചോട്ടം സാധ്യമല്ല. പിന്നെ നമ്മൾ മനസ്സ് കൈവിട്ട് പോകുന്ന ചില സമയമുണ്ട്. അത് ആർക്കും പറഞ്ഞത് മനസ്സിലാവത്തില്ലത്. അപ്പോൾ ഈ ഫണ്ട് ഇനി ആര് വാങ്ങിത്തരും എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം. സയൻസ് ഫെസ്റ്റിന്റെ സംഘാടകരോട് പണം ആവശ്യപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെ: സാർ, ഫണ്ടിൻ്റെ കാര്യം എന്തായി സാർ? ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. അവിടെ നിന്ന് ആൾക്കാർ വിളിക്കുന്നു, മീഡിയ വരുന്നു. സാർ, ദയവ് ചെയ്ത് നമ്മൾ ആത്മഹത്യയിലോട് സാറ് ചെയ്യിക്കരുത്. കാരണം നമുക്കിത് ഫണ്ട് വേണം. കാര്യം ഫണ്ടില്ലാതെ നമുക്ക് രക്ഷയില്ല. കേരളത്തിൽ സംരംഭം തുടങ്ങി 100 കണക്കിന് പേർക്ക് തൊഴിൽ നൽകിയവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ശങ്കർലാലിനെ പോലുള്ളവരെ കേരളം വിടാൻ പ്രേരിപ്പിക്കുന്നത് GSFK സംഘാടനത്തിലെ കെടുകാര്യസ്ഥത ഒന്ന് മാത്രമാണ്. അതിൽ സർക്കാരിനും പങ്കുണ്ട്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. വെൽക്കം ബാക്ക്. പ്രഭാത വാർത്ത തുടരുന്നു.
KSU പഠന ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ KPCC അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ സംസ്ഥാന കമ്മിറ്റിക്കെതിരെ ഗുരുതര പരാമർശങ്ങളുണ്ടായിരുന്നു. വിശദമായ റിപ്പോർട്ടിൽ കൂടുതൽ ഗൗരവകരമായ പരാമർശങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. ഒരു ചിട്ടയുമില്ലാതെ സംഘടിപ്പിച്ച ക്യാമ്പാണെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ടാകും. അതേസമയം സംഭവത്തിൽ 4 KSU നേതാക്കളെ സസ്പെൻഡ് ചെയ്ത നടപടിക്കും വിഭാഗീയതയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷൻ K. സുധാകരനെ പിന്തുണച്ചതിന്റെ പേരിലാണ് സംഘർഷത്തിൽ ഉൾപ്പെടാത്ത 2 പേരെ അനാവശ്യമായി സസ്പെൻഡ് ചെയ്തത് എന്നാണ് വിവാദം. ഇത് സംഘടനയിൽ വീണ്ടും ഗ്രൂപ്പ് വഴക്കിനും തുടക്കം ആയിട്ടുണ്ട്. പെരിയാർ മത്സ്യക്കുരുതിയിൽ പഠന റിപ്പോർട്ട് സർക്കാരിന് മുന്നിലെത്തിയതോടെ കൂടുതൽ നടപടികൾ ഉടൻ ഉണ്ടായേക്കും. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായാണ് സബ് കളക്ടറുടെ റിപ്പോർട്ട്. വീഴ്ചകൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞ റിപ്പോർട്ടിൽ നഷ്ടപരിഹാരമില്ലാത്ത മത്സ്യകർഷകർക്ക് മുന്നോട്ടു പോകാൻ ആവില്ലെന്നും പരാമർശമുണ്ട്. റിപ്പോർട്ടിന്മേലുള്ള തുടർ നടപടികൾ സർക്കാരിന്റെ പരിഗണനയാണ്. വിഷയത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിനെതിരായ പ്രതിഷേധം ശക്തമാവുന്നുണ്ട്. ലത്തീൻ സഭയും BMSും ഏലൂരിലെ ബോർഡ് ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടത്തും. കുണ്ടന്നൂരിലെ മത്സ്യക്കുരുതിയിൽ മരട് നഗരസഭ വിളിച്ച മത്സ്യകർഷകരുടെയും കുഫോസിലെ വിദഗ്ധരുടെയും അടിയന്തര യോഗം ഇന്ന് ചേരും. രാജ്യത്തെ സ്വകാര്യ ആശുപത്രികൾ നിയമാനുസൃതമായാണോ പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. ഡൽഹി വിവേക് വിഹാറിലെ ആശുപത്രിയിലെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ലൈസൻസുകൾ അടക്കമുള്ള വ്യവസ്ഥകൾക്ക് അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. R. രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. RK, വിവേക് വിഹാറിലെ ആശുപത്രിയിലുണ്ടായ ദുരന്തം അത് ഞെട്ടിക്കുന്നതായിരുന്നു. അതിന് പിന്നാലെ പുറത്തുവന്ന വിവരങ്ങളും അതേപോലെ ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു. ഇപ്പോൾ എന്താണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക്? അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഈ ഡൽഹി സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ എല്ലാ ആശുപത്രികളും, പ്രത്യേകിച്ച് ഈ മാതൃകയിൽ പ്രവർത്തിക്കുന്ന ചെറിയ കിടക്കകളുള്ള ടെലിഫോൺ ലൈനിൽ വ്യക്തത കുറവുണ്ട്. RK, എന്തായാലും ഡൽഹി വിവേക് വിഹാറിലെ ആശുപത്രിയിൽ ഉണ്ടായ ദുരന്തം, തീപിടുത്തത്തിൽ നിരവധി കുട്ടികൾ മരിച്ച സംഭവം, അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികൾ നിയമാനുസൃതമായാണ് പ്രവർത്തിക്കുന്നത്, ലൈസൻസ് ഉണ്ടോ എന്ന കാര്യങ്ങൾ സംസ്ഥാനങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണം എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മറ്റൊരു അന്വേഷണ പരമ്പരയിലേക്ക്, സ്കൂളിലേക്ക്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാൻ പെടാപ്പാട് പെടുകയാണ് പത്തനംതിട്ട അട്ടത്തോട് ട്രൈബൽ സ്കൂൾ അധികൃതരും ജനപ്രതിനിധികളും. മിക്ക കുട്ടികളും മാതാപിതാക്കൾക്കൊപ്പം വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഉൾവനത്തിലാണ്. സ്കൂൾ തുറക്കും മുൻപ് ഇവരെ എങ്ങനെ നാട്ടിലെത്തിക്കും എന്നതിൽ ആശങ്കയുണ്ട്. എനിക്ക് പുറകിൽ കാണുന്നതാണ് അട്ടത്തോട് ഗവൺമെൻറ് ട്രൈബൽ സ്കൂൾ. ഇവിടെ പഠിക്കേണ്ട പല കുട്ടികളും ഇപ്പോൾ വനത്തിനകത്താണ്. മാതാപിതാക്കളോടൊപ്പം തേൻ ശേഖരിക്കാനും മറ്റും വനത്തിനകത്തേക്ക് പോയവർ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട സ്ഥലം, ശബരിമല സ്ഥിതി ചെയ്യുന്ന വാർഡ്. അട്ടത്തോട് ട്രൈബൽ കോളനിയും മഞ്ഞത്തോട് ട്രൈബൽ കോളനിയും അടങ്ങുന്ന വിശാലമായ മേഖലയിൽ 2 സ്കൂളുകൾ, അട്ടത്തോട് ട്രൈബൽ സ്കൂളും കിസ്മത്ത് ഹയർ സെക്കൻഡറി സ്കൂളും. മഞ്ഞത്തോട് ആദിവാസി കോളനിയിലെ തങ്കമ്മയും സഹോദരിയും കുടുംബവും 2 ദിവസങ്ങൾക്ക് മുൻപാണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയത്. ഇവരോടൊപ്പം സ്കൂളിൽ പഠിക്കുന്ന മക്കളുമുണ്ടെന്ന് കോളനി നിവാസികൾ. ഇപ്പോൾ വനത്തിൽ എങ്ങനെ പോയാലും ഒരു 4 കുട്ടികളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പോകാൻ വേണ്ടി വണ്ടിയുണ്ട്, പുതിയ സ്കൂളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അവർക്ക് 4 നേരം ഭക്ഷണമുണ്ട്. എന്നാലും വിടത്തില്ല, തള്ളേന്ന് വിടത്തില്ല. അവർ കാട്ടിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവുക. അങ്ങനെ വിടാതിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ഭാവിയാണ് പോകുന്നത്. ഇനിയും നമ്മൾ കാട്ടിൽ കിടന്ന് ജീവിച്ച പോലെയുള്ള ജീവിതം കുഞ്ഞുങ്ങളെ ആക്കരുത്. ഇത് കേവലം മഞ്ഞത്തോട് ഊരിലെ മാത്രം പ്രശ്നമല്ല. പ്രദേശത്തെ 2 സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾ ഭൂരിപക്ഷവും കൃത്യമായി സ്കൂളിൽ പോകാറില്ല.
നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്ത് പഠിച്ച് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. കുട്ടികൾ പലപ്പോഴും മാതാപിതാക്കളുടെ കൂടെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന കൂട്ടത്തിൽ കാട് കയറുന്നു എന്നുള്ളൊരിതാണ്. അത് നമ്മൾ പലപ്പോഴും അറിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ആ കുടുംബക്കാർ പോലും അവിടെ കാണില്ല. ഇതിന് ഇവർക്കിടയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നല്ലൊരു അവബോധം കൊടുത്തുകൊണ്ട് തന്നെ ഈ അധ്യയന വർഷത്തിൽ മുഴുവൻ കുട്ടികളും മുഴുവൻ അധ്യയന വർഷവും ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ മാർക്കോടുകൂടി പാസ്സാകണമെന്നുള്ളതാണ്. വനത്തിനുള്ളിൽ കഴിഞ്ഞിരുന്ന ഗോത്രവിഭാഗങ്ങളെ പുറത്തേക്ക് പുനരധിവസിപ്പിച്ചതിന് പിന്നിൽ പ്രധാന ലക്ഷ്യം കുട്ടികളുടെ വിദ്യാഭ്യാസമായിരുന്നു. സ്കൂൾ ബസ് ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളും ഭക്ഷണവും ഒരുക്കി കൊടുത്തിട്ടും കുട്ടികൾ സ്കൂളിലെത്തുന്നില്ല എന്നതാണ് അധികൃതരെ ആശങ്കപ്പെടുത്തുന്നത്. സ്കൂളിൽ എത്തേണ്ടതിന്റെ ആവശ്യകത കുട്ടികളെയും മാതാപിതാക്കളെയും ബോധ്യപ്പെടുത്താൻ ഇനിയെന്ത് നടപടി എന്നതാണ് ഇവരുടെ മുന്നിലുള്ള ചോദ്യം. സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതമണിനുമൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായുള്ള ഓട്ടത്തിനിടെ സാധാരണക്കാർക്ക് ആശ്വാസമാവുകയാണ് കൊല്ലം ജില്ലാ പോലീസ് സഹകരണ സംഘം ആരംഭിച്ച സ്കൂൾ മാർക്കറ്റ്. സാധനങ്ങൾക്ക് 20% മുതൽ 70% വരെയാണ് ഇവിടെ വിലക്കുറവ്. കൊല്ലത്തെ സ്കൂൾ വിപണിയിലെ താരം ഇപ്പോൾ പോലീസുകാരാണ്. പോലീസ് സഹകരണ സംഘമാണ് സാധാരണക്കാരന് കൈത്താങ്ങാകുന്ന സ്കൂൾ മാർക്കറ്റുമായി എത്തിയിരിക്കുന്നത്. ജോലിയുടെ ഇടവേളകളിൽ കടയിലെത്തി നമ്മുടെ നിയമപാലകർ തന്നെയാണ് സ്കൂൾ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത്. മുൻ വർഷങ്ങളിൽ ജനങ്ങളിൽ നിന്ന് കിട്ടിയ പിന്തുണയാണ് സ്കൂൾ മാർക്കറ്റിന്റെ തുടർച്ചയ്ക്ക് കാരണമെന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. ജില്ലയിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഏറ്റവും വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാകുന്ന രൂപത്തിലാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഏത് ഐറ്റം എടുത്തു കഴിഞ്ഞാലും കേരളത്തിലെ ഒന്നാം നിര ലീഡിംഗ് സാധനങ്ങൾ മാത്രമാണ് നമ്മുടെ സ്കൂൾ മാർക്കറ്റിലൂടെ ലഭ്യമാകുന്നത്. ഏകദേശം 30% മുതൽ 60% വരെ വിലക്കുറവിലാണ് നമ്മുടെ എല്ലാ സ്കൂൾ മാർക്കറ്റിലും ഈ സാധനങ്ങൾ ലഭ്യമാകുന്നത്. ദിവസങ്ങൾ കൊണ്ട് തന്നെ വിപണി ശ്രദ്ധാകേന്ദ്രമായി മാറി. കുട്ടികളെ ആകർഷിക്കുന്ന വിധം സ്കൂൾ യാത്രയ്ക്ക് വേണ്ട സകലതുമുണ്ട് ഈ സ്കൂൾ മാർക്കറ്റിൽ. ബ്രാൻഡഡ് കമ്പനികളുടെ എല്ലാം ബാഗും കുടയും സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളും ടിഫിൻ ബോക്സും മഴക്കോട്ടും നോട്ട്ബുക്കും എല്ലാം വിപണിയിൽ ലഭ്യമാണ്. പൊതുവിപണിയേക്കാൾ 10 മുതൽ 65% വരെ വിലക്കുറവിലാണ് വിൽപ്പന. പോലീസ് സഹകരണ സംഘത്തിന്റെ സ്കൂൾ മാർക്കറ്റ് വലിയ ആശ്വാസമെന്ന് പൊതുജനങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. സാധാരണഗതിയിൽ ഈ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് മറ്റ് സ്ഥലങ്ങളിലെല്ലാം അതൊരു ലാഭം എടുത്തുകൊണ്ട് പരിപാടിയാണെങ്കിൽ ഇത് പോലീസിൻ്റെ ഇതായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും സാധനങ്ങൾ നമുക്ക് നല്ല ലാഭത്തിൽ കിട്ടുന്നുണ്ട്. എല്ലാ സാധനങ്ങളും അത്യാവശ്യം സജ്ജീകരിച്ചിട്ടുണ്ട്. വളരെ വിലക്കുറവിൽ തന്നെയാണ് സാധനങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് മാർക്കറ്റിലെത്തുമ്പോൾ വഞ്ചിതരാകില്ലെന്ന വിശ്വാസമുണ്ടെന്നും ജനം പറയുന്നു. കൊല്ലത്തും കൊട്ടാരക്കരയിലും അഞ്ചലിലുമാണ് നിലവിൽ സ്കൂൾ മാർക്കറ്റ് തുറന്നിരിക്കുന്നത്. ജോലി തിരക്കുകൾക്കിടയിലും ജൂൺ 10 വരെ വിപണിയുമായി മുന്നോട്ടു പോകാനാണ് പോലീസ് സഹകരണ സംഘത്തിന്റെ തീരുമാനം. അരുൺ രാജ്, 24 കൊല്ലം. ഗൂണ്ട നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബുവിനെ സസ്പെൻഡ് ചെയ്തുള്ള ഉത്തരവ് പുറത്തിറങ്ങി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് MG സാബുവിനെ സസ്പെൻഡ് ചെയ്തത്. സാബുവിന്റെ നടപടി പോലീസിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്ന് ഉത്തരവിൽ പരാമർശമുണ്ട്. ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഷഫീദ് റാവുത്തർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, ഒഫീഷ്യലായി തന്നെ അത് ഉത്തരവായി ഇറങ്ങുന്നു. നടപടി വിവരങ്ങൾ. സംസ്ഥാന പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളങ്കമുണ്ടാക്കിയ ദിവസമായിരുന്നു ഇന്നലെ. അതായത് ഒരു ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഒരു ഡിവൈഎസ്പിയെ ശുചിമുറിയിൽ നിന്ന് കണ്ടെത്തുക, ആ ഗുണ്ടാ നേതാവിന്റെ വീട്ടിൽ കുറെ സമയം ചെലവഴിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു. ഇതിൽ ഇന്നലെ മുഖ്യമന്ത്രി നേരിട്ട് ഡിവൈഎസ്പി MG സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. പിന്നാലെയാണ് ഇന്ന് അല്പസമയം മുൻപ് ഉത്തരവ് പുറത്തിറങ്ങിയത്. ഉത്തരവിൽ ഗുരുതര വിമർശനമുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീഴ്ച സംഭവിച്ചു, ഡിവൈഎസ്പി MG സാബുവിന്റെ പെരുമാറ്റത്തിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ഉത്തരവിൽ പറയുന്നുണ്ട്. ഗുരുതര അച്ചടക്ക ലംഘനം നടന്നുവെന്നും പോലീസിന് സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്നും ഉത്തരവിൽ പറയുന്നു. ഗുണ്ടകളെ നേരിടാൻ പോലീസ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ദുർബലപ്പെടുത്തുന്ന നടപടിയാണ് MG സാബുവിൽ നിന്നുണ്ടായതെന്നും ഉത്തരവിൽ പരാമർശിക്കുന്നുണ്ട്. പ്രജിത്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങൾ നൽകിയത്. മുല്ലപ്പെരിയാറിൽ പഴയ അണക്കെട്ട് പൊളിച്ചു നീക്കി പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന നിലപാടിൽ ഉറച്ച് കേരളം. പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ചു നൽകണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടും. പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി യോഗത്തിലാണ് നിലപാട് വ്യക്തമാക്കുക. പുതിയ അണക്കെട്ട് സംബന്ധിച്ച് ജനുവരിയിൽ കേരളം നൽകിയ പദ്ധതി പരിസ്ഥിതി മന്ത്രാലയം വിദഗ്ധ വിലയിരുത്തൽ സമിതിക്ക് വിട്ടിരുന്നു.
നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ റിമാൻഡിലുള്ള സജിത് ശ്യാമിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. സജിത്തിനെ 4 ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടാണ് അങ്കമാലി മാജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് അപേക്ഷ നൽകിയത്. സജിത്തിനെയും നേരത്തെ പിടിയിലായ സബിത്തിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം. അവയവക്കടത്ത് സംഘത്തിന്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് സജിത്താണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. മുഖ്യ സൂത്രധാരനായി അന്വേഷണ സംഘം കണ്ടെത്തിയ കൊച്ചി സ്വദേശി മധുവിന്റെ സഹായിയാണ് സജിത് ശ്യാം. പുതിയ ബാർക്കോഴ വിവാദത്തിൽ സംഘടനാ നേതാവായ ബാറുടമ അനിമോന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി. മദ്യനയ ഇളവിന് സർക്കാരിന് കോഴ നൽകിയിട്ടില്ല എന്നാണ് അനിമോന്റെ മൊഴി. കെട്ടിടം വാങ്ങാൻ സംസ്ഥാന പ്രസിഡന്റ് വിമർശിച്ച ദേഷ്യത്തിലാണ് ശബ്ദസന്ദേശം അയച്ചതെന്നും മൊഴിയിൽ പറയുന്നു. പുതിയ ബാർക്കോഴ വിവാദം സർക്കാരിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. എക്സൈസ്, ടൂറിസം വകുപ്പ് മന്ത്രിമാരെയും സംഭവത്തിൽ പ്രതിപക്ഷം പ്രതിക്കൂട്ടിലാക്കുന്നുണ്ട്. ഒരു പടി കൂടി കടന്ന് മദ്യനയത്തിൽ ടൂറിസം വകുപ്പ് മന്ത്രിയും അനാവശ്യമായി ഇടപെടുന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. അതേസമയം മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് കോഴ ഇടപാടെന്നാണ് BJPയുടെ വിമർശനം. BJP നേതാവും നടനുമായ സുരേഷ് ഗോപിക്കെതിരെയുള്ള വാഹന രജിസ്ട്രേഷൻ കേസിൽ വിചാരണ ഇന്ന് ആരംഭിക്കും. ജനപ്രതിനിധികൾക്കുള്ള എറണാകുളത്തെ പ്രത്യേക കോടതിയിലാണ് വിചാരണ നടക്കുക. വ്യാജ മേൽവിലാസം ഉപയോഗിച്ച് വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചെന്നായിരുന്നു കേസ്. 2010-2016 വർഷങ്ങളിലായി 2 ആഡംബര കാറുകളാണ് പുതുച്ചേരിയിൽ നികുതി വെട്ടിച്ച് രജിസ്റ്റർ ചെയ്തത്. ഇതിലൂടെ സംസ്ഥാനത്തിന് 30 ലക്ഷം രൂപയുടെ നികുതി നഷ്ടമുണ്ടായി എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിലെ കണ്ടെത്തൽ. കേസ് റദ്ദാക്കണമെന്ന സുരേഷ് ഗോപിയുടെ ആവശ്യം കോടതി നേരത്തെ തള്ളിയിരുന്നു. തിരുവനന്തപുരം വിഴിഞ്ഞം മുക്കോല ബാറിൽ ലഹരി സംഘം ബാർ ജീവനക്കാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. മുക്കോല മണലി സ്വദേശിയും ബാറിലെ ഷെഫായ ഷിബുവിനാണ് കുത്തേറ്റത്. ബാറിൽ ബഹളം വെച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ജീവനക്കാരനായ ഷിബുവിനെ സംഘം ആക്രമിച്ചത്. ഷിബുവിന്റെ കയ്യിലും മുഖത്തും കുത്തേറ്റിട്ടുണ്ട്. പ്രതികളിൽ ഒരാളായ ചൊവ്വര സ്വദേശി ദിനേശിനെ ജീവനക്കാർ പിടികൂടി വിഴിഞ്ഞം പോലീസിൽ ഏൽപ്പിച്ചു. സംഘത്തിലെ മറ്റുള്ളവർക്കായി പോലീസ് തെരച്ചിൽ നടത്തുകയാണ്. കോട്ടയം പാലാ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി ബൈപ്പാസ് നിർമ്മിച്ചെങ്കിലും സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ വാഹനക്കുരുക്ക് രൂക്ഷമാകുന്നു. ബൈപ്പാസും പാലാ കൂത്താട്ടുകുളം റോഡും സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ സംഗമിക്കുന്നിടത്താണ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. നഗരത്തിലെ തിരക്കേറിയ നാൾക്കവലയിൽ ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസും പാടുപെടുകയാണ്. രാമപുരത്തേക്കും തൊടുപുഴയിലേക്കും പാലാ ടൗണിലേക്കും പോകാനുള്ള ജംഗ്ഷനാണിത്. ബൈപ്പാസിലൂടെ അതിവേഗത്തിലെത്തുന്ന വാഹനങ്ങൾക്ക് ഈ ജംഗ്ഷൻ കടന്നുപോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. രാവിലെയും വൈകിട്ടുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷം. ഈ സമയം ഇതുവഴി വാഹനത്തിലൂടെ കടന്നു പോകുന്നത് ഏറെ ശ്രമകരമാണ്. 4 കൂടിയ കവലയിൽ താൽക്കാലികമായൊരു ട്രാഫിക് ഐലൻഡ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഗതാഗത നിയന്ത്രണം ഫലപ്രദമല്ല. റോഡിൽ നിന്നാണ് ട്രാഫിക് പോലീസ് ഗതാഗതം നിയന്ത്രിക്കുന്നത്. പോലീസിന്റെ സാന്നിധ്യമില്ലെങ്കിൽ പലപ്പോഴും ഗതാഗതം നിലയ്ക്കുന്ന സാഹചര്യവുമുണ്ട്. സ്കൂൾ തുറക്കുന്നതോടെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകും. എത്രയും വേഗം ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. കോട്ടയം. ഇതോടെ പ്രഭാത വാർത്ത പൂർത്തിയാവുന്നു.